നമസ്കാരം. കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് BJP സംസ്ഥാന ഘടകം തമിഴ്നാട് ഗവർണറെ കണ്ടു. 57 പേരാണ് ഇതുവരെ തമിഴ്നാട്ടിൽ മരിച്ചിരിക്കുന്നത്. 150ഓളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. പലരും അതീവ ഗുരുതരാവസ്ഥയിലാണ്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിലാണ് BJP തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ, മുതിർന്ന നേതാവും തമിഴിസൈ സൗന്ദരരാജൻ, പാർട്ടി ഭാരവാഹികൾ എന്നിവർ ഗവർണറെ RN രവിയെ കണ്ടത്. സംഭവത്തിൽ DMKയുടെ ഇടപെടലിനെ കുറിച്ചുള്ള റിപ്പോർട്ടും ഗവർണർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ദുരന്തത്തിൽ CBI അന്വേഷണം വേണമെന്ന് അണ്ണാമലൈ ഗവർണറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ കഴിഞ്ഞ 3 വർഷമായി കഞ്ചാവും മദ്യവും ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളുടെ വർദ്ധിച്ചു വരുന്ന പ്രചാരം DMK സർക്കാർ കണ്ടില്ലെന്ന് വലിയ സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ വീണ്ടുവിചാരമില്ലായ്മ മൂലം കള്ളക്കുറിച്ചിയിൽ 60 പേരുടെ ജീവനാണ് നഷ്ടമായത്. വ്യാജമദ്യ വിൽപ്പനയ്ക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് അണ്ണാമലൈ ഗവർണർ RN രവിയെ കണ്ടത്. സംഭവത്തിൽ എക്സൈസ് മന്ത്രിക്കെതിരെ നടപടിയെടുക്കാത്ത മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നിലപാട് പൊതുജനങ്ങൾക്കിടയിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. മന്ത്രിയെ പിരിച്ചുവിടാൻ മുഖ്യമന്ത്രിയോട് അടിയന്തരമായി ആവശ്യപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചതായും അണ്ണാമലൈ വ്യക്തമാക്കുന്നു. അതേസമയം കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിൽ കോൺഗ്രസ് മൗനം വെടിയണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് അധ്യക്ഷന് മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് അയച്ച കത്തിലാണ് നദ്ദയുടെ വിമർശനം. ദുരന്തത്തെ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമെന്നാണ് നദ്ദ വിശേഷിപ്പിച്ചത്. സ്റ്റാലിൻ സർക്കാരിന് കീഴിൽ മദ്യമാഫിയ അടിഞ്ഞാടുകയായിരുന്നു എന്നതിന്റെ ഉത്തമ തെളിവാണ് കള്ളക്കുറിച്ചിയിലെ ദുരന്തം. കോൺഗ്രസിന്റെ നിശബ്ദത ഞെട്ടിക്കുന്നതാണ്. അന്വേഷണം CBIക്ക് കൈമാറാനും എക്സൈസ് മന്ത്രി സ്ഥാനത്ത് നിന്ന് മുത്തുസ്വാമിയെ പുറത്താക്കാനും DMK സർക്കാരിൽ കോൺഗ്രസ് സമ്മർദ്ദം ചെലുത്തണമെന്നും നദ്ദ ആവശ്യപ്പെട്ടു. തമിഴ്നാട് സർക്കാരിനെതിരായ പ്രതിഷേധത്തിൽ പങ്കുചേരാൻ രാഹുലിനോടും പ്രിയങ്കയോടും ആവശ്യപ്പെടണം. ഇരകളായവരുടെ കുടുംബങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കാനെങ്കിലും അവർ തയ്യാറാവേണ്ടതാണ്. അതുമല്ലെങ്കിൽ സർക്കാരിന്റെ പിടിപ്പുകേടിനെതിരെ ശബ്ദമുയർത്തണം. പാർലമെന്റിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ കറുത്ത റിബൺ ധരിച്ച് പ്രതിഷേധം രേഖപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കളെ ക്ഷണിക്കുകയാണെന്നും നദ്ദ കത്തിൽ പറയുന്നു. എന്നാൽ ഇത്രയും ദിവസമായിട്ടും കോൺഗ്രസ് ഇതിന്റെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധം പോലും ഉണ്ടായിട്ടില്ല എന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കോൺഗ്രസിന്റെ രീതി ഒരർത്ഥത്തിൽ പൊതുജനത്തിന് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു രീതിയാണ്. ഇന്ത്യ സംഘത്തിൽ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള DMK ഉണ്ടായതുകൊണ്ടാണോ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തമിഴ്നാട്ടിൽ സന്ദർശനം നടത്താത്തത് എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഒരു തവണയെങ്കിലും തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചിയിൽ സന്ദർശനം നടത്തണം. അല്ലാതെ കണ്ടില്ല എന്ന് നടിച്ച് ഒന്നും മിണ്ടാതിരിക്കുന്നത് ഒരു കോൺഗ്രസ് നേതാവോ അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനോ ചേർന്നതല്ല എന്നത് മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ആലോചിക്കേണ്ടതാണ്. കള്ളക്കുറിച്ചിയിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഇനി വരും ദിവസങ്ങളിൽ അറിയേണ്ടത്. അണ്ണാമലൈ തമിഴ്നാട് ഗവർണർക്ക് കൊടുത്ത റിപ്പോർട്ടിൽ എന്തായാലും അത് ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക്, അതായത് സെൻട്രൽ ആഭ്യന്തര വകുപ്പിന് കൈമാറി ഒരുങ്ങുകയാണ് തമിഴ്നാട് ഗവർണർ. ഇതോടുകൂടി തമിഴ്നാട്ടിൽ CBI വരാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ മൊത്തത്തിൽ തന്നെ ഒരു അന്വേഷണം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അടുത്തിടെ നടന്ന തമിഴ്നാട്ടിൽ നടന്ന മരണങ്ങളും ഓരോന്നായി പുറത്തു വരാനിരിക്കുന്നത് സ്റ്റാലിന് അത്ര നല്ലതായിരിക്കില്ല എന്നത് വ്യക്തമാണ്.